ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ 32 ഇഞ്ച് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ലൈനിങ് ബ്ലൗസിൻ്റെ ആയിരുന്നു കട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലൈനിങ് ആദ്യം നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ലൈനിങ് പീസ് മെയിൻ പീസുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും അതുപോലെ ലൈനിങ് പീസും നമ്മുടെ മെയിൻ പീസിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കൂടുതലായിട്ട് കിടക്കുന്ന ഈ ലൈനിങ്ങിൻ്റെക്കാളും പുറത്ത് കിടക്കുന്ന തുണികളെല്ലാം നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കും, അങ്ങനെയും വെക്കാം. അതല്ലെങ്കിൽ കൈകൊണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കത് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിൻ്റെ എൻഡ് നോക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവും മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മെയിൻ പീസിൻ്റെ നല്ല വശത്താണ് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മെയിൻ പീസിൻ്റെ ചീത്ത വശത്താണ് ലൈനിങ് വെച്ച് കൊടുത്തത്. ഇതിൽ മെയിൻ പീസിൻ്റെ നല്ല വശം ഇതാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കേണ്ടത്. ഈ മാർക്കിങ് നേരത്തെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർക്ക് ചെയ്ത് വെച്ചത് അതുപോലെ തന്നെ മാർക്കിങ് മുകളിൽ കാണുന്ന രീതിയിൽ വേണം വെക്കേണ്ടത്. എന്നിട്ട് ഇത് സ്ലീവ് എൻഡിൻ്റെ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ചും 1/4 ഇഞ്ചും നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടത് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സ്ലീവിൻ്റെ രണ്ട് സ്ലീവും നമുക്കിത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ നിവർത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് എൻഡ് ഭാഗത്താണ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ പതിച്ചടിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് ലൈനിങ് അകത്തോട്ട് മടക്കുമ്പോൾ ഫുള്ളായിട്ട് മെയിൻ പീസിൻ്റെ കാണാത്ത രീതിയിൽ തന്നെ അകത്തോട്ട് മടങ്ങി പൊയ്ക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ മടക്കുക. ഇതിന് മടക്കിയതിന് ശേഷം ഈ ലൈനിങ് പീസ് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണല്ലോ ലൈനിങ് പീസ്, അതിൻ്റെ മുകളിൽ എൻഡ് ഭാഗത്തായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് കിടക്കുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലൈനിങ്ങിൻ്റെ പീസിലായിട്ട് യോജിക്കുന്ന രീതിയിൽ ആക്കുക. ഇനി ഇതുപോലെ പട്ട വയ്ക്കുമ്പോൾ ബ്ലൗസിൻ്റെ ബെൽറ്റ് ഭാഗം എപ്പോഴും തിരിഞ്ഞു പോകും. അതുകൊണ്ട് അത് നമുക്ക് ആദ്യം നമുക്ക് അകത്ത് ആദ്യം നമ്മളിത് വെക്കുന്നത് നോക്കുക. ആദ്യം ഒരു ലൈനിങ് പീസ് ഇടുക. അതിന് മുകളിലായിട്ട് മെയിൻ പീസ് ബ്ലൗസിൻ്റെ മുകളിൽ കാണുന്ന ഭാഗമാണ് രണ്ടാമത് ഇടേണ്ടത്. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മളെ ലൈനിങ് നമ്മൾ നേരത്തെ മുറിച്ച കട്ടിങ്ങിൽ കാണിച്ച ആ ലൈനിങ് ആ ഭാഗം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൽ രണ്ട് തുണിയും ലെവലായിട്ടല്ല ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ പീസ് ഇത് ലൈനിങ് മാത്രമാണ് കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗം തിരിഞ്ഞു പോകരുത്. ഇതാണ് സൈഡ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. ഇത് കറക്റ്റ് ലെവലാക്കി വെക്കണം. ഇതിൻ്റെ മുകളിലാണ്, ഇത് കാണുന്ന രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇപ്പുറത്തെ രണ്ട് സൈഡിലെ പട്ടയരതും ഇതുപോലെ തന്നെ ആയിരിക്കണം. ആരോ മാർക്ക് കാണുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഭാഗം തയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തയ്ച്ച് തുടങ്ങുന്നതെങ്കിൽ തിരിച്ച് അടുത്ത ഭാഗം തയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നായിരിക്കും. അതായത് ഇതിലിപ്പോൾ ഈ ആരോ മാർക്കിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആരോ മാർക്കിൻ്റെ ഈ സൈഡ് കണ്ടല്ലോ, ഇവിടെ നിന്നാണ് തയ്ച്ച് തുടങ്ങിയത്. അപ്പോൾ തയ്യൽ തുമ്പ് വീതിയുള്ള ഭാഗം എവിടെ പോയി എന്ന് നോക്കുക.
ഇനി അടുത്ത പീസ് നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെ തയ്ക്കാൻ പറ്റില്ല, തിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൽ മുകളിൽ ആരോ മാർക്ക് ഉള്ളത് കണ്ടല്ലോ. ഇനി ഈ തയ്യൽ തുമ്പ് ഇത്രയേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് തയ്യൽ തുമ്പ് വരുന്നത്. ഈ രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാവും. അല്ലെങ്കിൽ തയ്ച്ചതിന് ശേഷം നമ്മളെടുത്ത് ഇതിൽ വെക്കാൻ നേരത്ത് എന്തായാലും തിരിഞ്ഞു പോകും. അത് കറക്റ്റായിട്ട് വയ്ക്കും. ഇനി ഇതിൽ നമ്മൾ അധികമായിട്ട് കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് മെയിൻ പീസിൻ്റെ അവിടുന്ന് ഈ ലൈനിങ് തുണി അകത്തോട്ട് ഇങ്ങനെ നിവർത്തിയതിന് ശേഷം ലൈനിങ് പീസിൻ്റെ മുകളിലായിട്ട് എൻഡ് ഭാഗത്ത് സ്റ്റിച്ച് വരുന്ന രീതിയിൽ തയ്ക്കുക. ഇത് കവർ ചെയ്ത് മൊത്തം നമ്മൾ ലൈനിങ് പീസ് ഫുള്ളായിട്ട് അകത്ത് പോകുന്നതിന് വേണ്ടിയാണ് ആ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 പട്ടയുടെ ഭാഗവും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളിത് നിവർത്തി വെച്ചതിന് ശേഷം ബാക്കി ഭാഗം നമ്മുടെ നേരത്തെ മുറിച്ച ലൈനിങ്ങിൻ്റെ ഭാഗം അല്ലാതെ കൂടുതലായിട്ട് വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിതൊന്ന് പതിച്ച് വെച്ച് ഈ ലൈനിങ് നമ്മൾ കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് ഫുള്ളും ആ ലൈനിങ്ങിൻ്റെ അതേ രീതിയിൽ തയ്ച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ ലെവല് മാറില്ല. ഇത് പിൻ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ എൻഡിൻ്റെ മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ഇഞ്ച് താഴെ 1/4 ഇഞ്ച് പ്രഷർ ഫൂട്ടർ വീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാർട്ടിൽ കൂടുതലാണെങ്കിൽ അതിൽ ശകലം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരേ ലെവലിൽ ആക്കണം. ഇനി ഫ്രണ്ട് പീസിന് ഡാർട്സ് കൊടുക്കാം. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൽ ഇങ്ങനെ ഒരു കർവായിട്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ ബ്രസ്റ്റിൻ്റെ കറക്റ്റ് ഷേപ്പിനായിട്ട് ഇതിൽ എല്ലാ ഡാർട്ടും നമുക്ക് 2 എണ്ണം വെച്ച് 2 സ്റ്റിച്ച് വെച്ച് കൊടുക്കണം. മെയിൻ ഡാർട്സും അതുപോലെ സൈഡിലെ ഡാർട്സും എല്ലാം ഇതുപോലെ കൊടുത്ത് നമ്മളിത് വെച്ചതിന് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ഇതും ലെവൽ കറക്റ്റായിട്ട് നോക്കുക. ഫ്രണ്ടിലെ 2 പീസും ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 2 ഡാർട്സും കറക്റ്റ് പോയിന്റിലാണോ വന്നതെന്ന് നോക്കണം. ഇനി നമ്മൾ ഇത് മെയിൻ പീസ് നമ്മുടെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പട്ടയായിട്ട് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒന്നിലെ ഇതുപോലെ നല്ല വശവും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഡാർട്ട് ഇങ്ങനെ ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് സ്റ്റിച്ച് ഇവിടെയും 2 സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ഇതിൽ 2 ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതിലിപ്പോൾ മെയിൻ പീസ് ഇങ്ങനെ വെച്ച് നല്ല വശവും ചേർത്ത് വയ്ക്കുക. ആരോ മാർക്ക് നോക്കിയ ഹൂക്കിൻ്റെ ഐയുടെ ആ കറക്റ്റ് ഭാഗമായിട്ടാണ് അവിടെ മുതലാണ് തയ്ക്കേണ്ടത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ചെയ്യുക. ഇതുപോലെ ഡാർട്സ് ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡിലും 2 സ്റ്റിച്ച് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഫിനിഷിങ് കിട്ടുന്നതിനായിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ ചെയ്താൽ മതി. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശം വരുന്ന രീതിയിൽ വേണം വെക്കേണ്ടത്. വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാർട്സിൻ്റെ ഫ്രണ്ട് ഡാർട്സ് ഇടുന്ന സമയത്ത് തന്നെ ബാക്കിലും ഡാർട്സ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇതിൽ നേരത്തെ വിട്ടുപോയായിരുന്നു. ഇതിൽ ബാക്ക് ഡാർട്സ് കൊടുക്കാം. 2 ഡാർട്സും സ്റ്റിച്ച് ചെയ്യുക. 2 സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ലാസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഈ ഡാർട്സ് ഇട്ടതിന് ശേഷം ഇവിടെ ലെവൽ കറക്റ്റായിട്ട് ഒരു സൈഡിൽ ശകലം ഒന്ന് പുറത്തോട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ സ്കെയിൽ വെച്ചൊന്ന് ലെവൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴേ കറക്റ്റായിട്ട് ബാക്ക് സ്ട്രെയിറ്റ് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്കൊരു തുണി സ്ട്രെയിറ്റ് പീസ് തന്നെയാണ് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ബാക്കിൻ്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് ഒരു ഫോൾഡ് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് പ്രഷർ ഫൂട്ട് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതെടുത്ത് നിവർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ മുകളിൽ എൻഡ് ഭാഗത്തായിട്ട് സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ, അതായത് മടങ്ങി അകത്തോട്ട് പോകുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ തുണിയുടെ ഓരോ ഭാഗവും നമ്മളത് കട്ടിങ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോവുക. ചെറിയ പീസൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതൊക്കെ ലെവലാക്കി വെച്ചിട്ട് വേണം തയ്ക്കേണ്ടത്. ഇനി ഇതിൽ നമ്മൾ ഈ ബാക്ക് സൈഡ് നമ്മൾ ഇത് അകത്തോട്ട് വെച്ച് എമ്മിങ് ചെയ്യുന്ന ഭാഗമാണ്. ഇതിനായിട്ട് ഇതിങ്ങനെ എമ്മിങ് ചെയ്യുന്ന സൈഡ് അത് ലാസ്റ്റ് നമുക്കിപ്പോൾ തയ്ക്കേണ്ട കാര്യമില്ല. ഇനി കൈക്കുഴി എവിടെയെങ്കിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. ലെവലാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ്ങും ഷോൾഡറിൻ്റെ മാർക്കിങ് സെൻറ്റർ ഭാഗവും വെച്ചിട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നോക്കണം, ചെക്ക് ചെയ്യണം അത് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം തയ്ക്കേണ്ടത്. ഇപ്പോൾ ഈ 2 സൈഡും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകാത്ത രീതിയിൽ നോക്കി വേണം വെക്കേണ്ടത്. കൈയുടെ ഫ്രണ്ട് ലെവൽ കുഴിച്ച് വെട്ടിയിട്ടാണ് സ്ലീവ് വെട്ടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഉടലിലും അത് വെക്കുമ്പോൾ ബോഡിയിൽ അത് വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നോക്കുക. ഇനി സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ വന്നതിന് ശേഷം അവിടെ നിന്നും മുകളിലോട്ട് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ കൈക്കുഴിയുടെ അവിടെയും 2 സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് തയ്ക്കുകയാണ്. തിരിച്ച് സെൻറ്ററിൻ്റെ അവിടെ വന്നു സെൻറ്ററിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഫുള്ള് കവർ ചെയ്ത് തയ്ക്കുക. ഇതുപോലെ തന്നെ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇനി ഫ്രണ്ടിൽ ഹൂക്കും അയ്യും വയ്ക്കുന്ന ഭാഗത്ത് നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ നോക്കുമ്പോൾ ലെവൽ കറക്റ്റായിട്ട് നോക്കുക. അവിടെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ബൈൻഡിങ് ആണ് വരുന്നത്. അതിനായിട്ട് ഒരു 2.5 ഇഞ്ച് തുണി നമുക്ക് സ്ട്രെയിറ്റ് പീസ് വെട്ടിയതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തോട്ട് വെച്ച് ഇതുപോലെ നമുക്കിങ്ങനെ മടക്കി ഒരു ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ട് വലിയ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൽ ഫ്രണ്ട് പീസിൽ ഫേസിങ് ആണ്. അപ്പോൾ ഹൂക്കിൻ്റെ സൈഡ് ഫേസിങ് ആണ്. ആ സൈഡിൽ നല്ല വശത്ത് വെച്ച് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി എടുത്തതിന് ശേഷം നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അത് നിവർത്തിയിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ അകത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഇത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് സൈഡാണ് ജോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈഡ് ജോയിൻ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. ഇതിലിപ്പോൾ കയ്യിൽ നമുക്ക് ആ മാർക്കിംഗ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എത്രയാണോ
നമുക്ക് ആവശ്യമുള്ള 5.25 അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ അവിടെ നോച്ചസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കൈക്കുഴിയും ചെസ്റ്റിൻ്റെ ഇവിടുത്തത് കാണും, മാർക്കിംഗ് ഉണ്ടാവും. പിന്നെ ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വേസ്റ്റ് വന്നിട്ട് 7.25 ഫ്രണ്ടും ബാക്കിലും 7.25 അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പീസിൽ ഹൂക്കിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ടും നമ്മൾ മെഷർമെൻറ്റ് ചെയ്യണം. ഐ വയ്ക്കുന്ന ഭാഗത്ത് ഐയുടെ ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വേണം നമുക്ക് അളവ് എടുക്കേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഇനി ബാക്ക് സൈഡ് 7.25 ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലും മാർക്കിംഗ് വേണം. അത് മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡ് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചു കൊടുക്കുക. ഫ്രണ്ട് പീസ് കുറച്ച് കൂടുതലായിട്ട് പുറത്തോട്ട് കിടക്കും, അത് നോക്കണ്ട. ലാസ്റ്റ് തയ്ച്ചതിന് ശേഷം നമുക്കത് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുത്ത് വെട്ടിക്കളയേണ്ട ഭാഗമാണ്. ഈ സൈഡും മുകളിലത്തെ പീസ് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു 3 സ്റ്റിച്ച് അടുത്തടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ചിലതിൽ നമുക്ക് പിന്നീട് വണ്ണം കൂട്ടണമെങ്കിലും ഒക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ്. 2 സൈഡ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം. കെട്ടിട്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കെട്ടിട്ട് തന്നെ തയ്ക്കുക. അടുത്തത് സ്റ്റിച്ച് അടുത്ത ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടുത്ത് സ്റ്റിച്ച് കൊടുക്കാം. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും ഒക്കെ കറക്റ്റാണോ എന്ന് അളന്ന് നോക്കണം. ഇനി ഒരു 1.5 ഇഞ്ച് ക്രോസ് പീസാണ് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ വയ്ക്കുക. തയ്യൽ തുമ്പ് ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കുക. വെച്ച് കഴുത്തിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തയ്ക്കുമ്പോൾ ക്രോസ് പീസ് വലിക്കാൻ പാടില്ല, അത് നമ്മളൊന്ന് ലൂസായിട്ട് വിട്ടതിന് ശേഷം കറക്റ്റ് പിടിച്ച് കഴുത്തിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് വീഴുകയും വേണം. പക്ഷേ അതിന് ഒരുപാട് ബലം കൊടുക്കാനും പാടില്ല. അതിനുശേഷം ആ ക്രോസ് പീസിൻ്റെ മുകളിൽ സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ പതിച്ച് തയ്ക്കുക. ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇതിങ്ങനെ തയ്ക്കുന്നത് അകത്തോട്ട് നമ്മൾ ഇത് എമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എമ്മിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അകത്തോട്ട് തന്നെ ഇത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് നമ്മളിത് തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുക്കി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വിടുകയാണെങ്കിൽ നമുക്ക് എമ്മിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും. ഇതുപോലെ വെച്ച് എമ്മിങ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ സ്റ്റിച്ചിങ് മൊത്തം കഴിഞ്ഞായിരുന്നു. ഇനി അടുത്ത് ഹൂക്കും പിന്നെ അതുപോലെ തന്നെ എമ്മിങ് ബാക്ക് സൈഡും കഴുത്തിൻ്റെ എമ്മിങ്ങുമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇത്രയാണ് സ്റ്റിച്ചിങ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.